കേരളത്തിലുള്ള ഓരോരുത്തർക്കും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ദിവസേന ഓരോരുത്തരും ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്. അന്യസംസ്ഥാനത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരുമാണ്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ തൊഴിലാളിയുടെ ID പരിശോധിക്കണം, അവരുടെ ഡോക്യുമെന്റേഷൻ ഉറപ്പുവരുത്തണം. ഇനി അഥവാ അവർ ക്ലിയർ ഡോക്യുമെന്റഡ് ആണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഈ പോലീസ് കൊടുക്കുന്ന ID, അവർക്ക് അന്യസംസ്ഥാന തൊഴിലാളിയുടെ ID അവർ കൊണ്ടുപോകുന്നത് ഉറപ്പുവരുത്തണം. ഇനി ഈ പോലീസ് കൊടുക്കുന്ന ID വരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, ഇവർ ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ പോലീസ് കൊടുക്കുന്ന ID ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇതിനകത്തുള്ള കള്ള നാണയങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവർ ബംഗ്ലാദേശിൽ നിന്ന്, ഇന്ത്യക്കാരല്ലാത്ത ബംഗ്ലാദേശിലുള്ള ഒരുപാട് സിറ്റിസൺസ്, ബംഗ്ലാദേശ് പൗരന്മാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ഇവർ വളരെ എഫിഷ്യന്റ് ആയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്യുമെന്റേഷൻ ഉറപ്പുവരുത്തുക. അവരുടെ അടുത്ത് ഹ്യൂമാനിറ്റേറിയൻ രീതിയിൽ നല്ല മനുഷ്യത്വത്തോടുകൂടി പെരുമാറുകയും പക്ഷേ അതേസമയം അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപരമായ കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് അപകടങ്ങൾക്ക് അത് വഴിവെക്കും. ജിഷ കേസ് മുതൽ ഈ കഴിഞ്ഞ മാസം നടന്ന ആ ട്രെയിനിൽ പിന്നെ പാരന്റ്സിനെ വിട്ടു പോയ അസാമിലെ കുട്ടി വരെ ഉള്ള പിന്നെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞാല് ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് ഈ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ഒരുപാട് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അപ്പൊ ഇത് കേരളത്തിലുള്ള ഒരു ആൾക്കാർക്ക് ഒരു അവയർനെസ്, കാരണം നമ്മൾ ഇത്രയും അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം, എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർ കൊടുക്കുന്ന ID നമ്പർ, യുണീക്ക് ഐഡിയും യുണീക്ക് ഐഡന്റിറ്റി നമ്പറുമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഈ കൊടുക്കുന്ന നമ്പർ ഒരു പോർട്ടലിൽ, ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സിസ്റ്റിംഗ് വെബ്സൈറ്റിൽ തന്നെ ഒരു സെപ്പറേറ്റ് സെക്ഷനിൽ ഇവരുടെ ID നമ്പർ വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ഒരു ജോലി കൊടുക്കുന്ന തൊഴിൽ ദാതാവിന്, അതായത് നമ്മൾ ജോലി കൊടുക്കുന്ന ആൾക്ക് ഇവരുടെ ID നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഫോട്ടോ സഹിതം ഇവരുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയണം. അതേസമയം പിന്നീട് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സോ കേസുകളൊക്കെ പിന്നെ ഉണ്ടാകുന്നെങ്കിൽ ഇവരെ ഫോളോ അപ്പ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതേ മീൻ ടൈമിൽ ഇവര് നമ്മൾ ജോലി കൊടുത്തിരിക്കുന്ന ആ സമയത്ത് തന്നെ, ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവരെ മീൻ ടൈമിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരെ ബന്ധപ്പെട്ട സ്റ്റേറ്റിലോ അവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലോ ഇവരുടെ ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്ത് വെരിഫിക്കേഷൻ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് തന്നെ ഇത് സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്താണെങ്കിൽ ഒരു പിന്നെ വിത്തിൻ 3-4 ഡേയ്സിൽ ഈ വെരിഫിക്കേഷൻ നടക്കേണ്ടതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനല്ലേ ഇരിക്കുന്നത്. പബ്ലിക്കിന്റെ സേഫ്റ്റി ഇങ്ങനെ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത്. അല്ലാതെ പബ്ലിക്കിനെ പിന്നെ ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിത്യേന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടല്ല അവരെ കാര്യങ്ങൾ അറിയേണ്ടത്. ഇങ്ങനെ ഇന്റലിജന്റ് ആയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ റിപ്പോർട്ട് ഇവർ കൈവശം വെച്ചിരിക്കേണ്ടതാണ്. അവരുടെ സ്റ്റേറ്റിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡോ ബാക്ക്ഗ്രൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്പൊ തന്നെ റിഫ്ലക്ട് ചെയ്ത് ആ തൊഴിൽ കൊടുത്തിരിക്കുന്ന ആളിനെ അറിയിക്കുകയും ഇവരെ അപ്പൊ തന്നെ റീപ്ലേസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇമാതിരിയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നടപടിക്രമങ്ങളിലോട്ട് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളം നല്ല ആരോഗ്യപരമായ രീതിയിൽ മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന സ്റ്റാമ്പ് ഒന്ന് കണ്ടോളൂ. ഇത് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ അത്ര ഓർമ്മയുണ്ടാവില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. വീഡിയോയുടെ അവസാനത്തിൽ ഇതിന്റെ റീസണും ഇതിന്റെ കാര്യങ്ങളും ഞാൻ പറയാം. ഈ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, അതായത് 1971-72 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് ഒരുപാട് റെഫ്യൂജീസ് വന്നായിരുന്നു. അത് ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് പറയപ്പെട്ട ബംഗ്ലാദേശ്, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ വെസ്റ്റ് സൈഡിലുള്ള ആക്ച്വൽ പാകിസ്ഥാൻ മെയിൻലാൻഡിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ആ റെഫ്യൂജികളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 കോടിയിലധികം വരും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഇസ്ലാമിക് റെവല്യൂഷനൊക്കെ നടന്ന് ഈ അറബ് വസന്തത്തിന്റെ പേരിൽ ഈ ISIS ഒക്കെ ഉണ്ടായ റെഫ്യൂജീസ് ഇല്ലേ, അതൊക്കെ ഇതിന്റെ 10-1 പോലും ഇല്ല. എന്നിട്ട് പോലും വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഈ റെഫ്യൂജികളെ കുറിച്ചുള്ള ഭയങ്കര കൺസേൺ ആണ് പറയുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ റെഫ്യൂജികളുടെ ട്രീറ്റി ഒക്കെ ഉണ്ടാക്കിയത് വെസ്റ്റേൺ കൺട്രീസ് ആണ്. അവർ UN ത്രൂ ആണ് ഈ റെഫ്യൂജിയുടെ ട്രീറ്റിയൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഓരോ നാട് പെർമനന്റ് ആയിട്ടും പിന്നെ ടെമ്പററി ആയിട്ടുള്ള മെമ്പേഴ്സിനെ കൊണ്ടെല്ലാം സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ട്രീറ്റിയാണ് ഈ റെഫ്യൂജി ട്രീറ്റി. അന്ന് ഈ ബംഗ്ലാദേശിലുള്ള ഈ റെഫ്യൂജികൾ ഇത്രയും മോർ ദാൻ 100 crore, 1 കോടിയിലധികം റെഫ്യൂജികളെ ഇന്ത്യ സഹിച്ച സമയത്ത് ഇന്ത്യക്ക് ഇത്ര വലിയൊരു എക്കണോമിക് പുരോഗതി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇവരെ താങ്ങാനൊന്നും പറ്റൂലായിരുന്നു ഇന്ത്യക്ക്. അന്ന് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയമാണ്. അപ്പം അന്നൊക്കെ ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭീമമായ തുകയുള്ള ടാക്സ് ആണ്. കാരണം അന്ന് രാജ്യത്ത് പൈസ ഇല്ല. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം വളരെ തുച്ഛമായ പിന്നെ വർഷങ്ങൾ മാത്രം കടന്നുപോയിക്കൊണ്ട് ഇരുന്നൊരു സമയമാണ്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഉള്ളിലിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് പോലത്തെ ഒരു രാജ്യമായിട്ടാണ് അത് കരുതുന്നത്. അവർക്ക് കൂടുതൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ത്യ അങ്ങനെ അഗ്രസീവായിട്ട് ചൈനയെ പോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കൺട്രി അല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ബംഗ്ലാദേശിൽ ഇരുന്നുള്ള റെഫ്യൂജികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നതാലേ 4 ദിവസത്തിന് മുമ്പ് അസാം ചീഫ് മിനിസ്റ്റർ ഹേമന്ത് ബിസ്വ ശർമ്മ ഒരു കത്തയച്ചിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലോട്ട്. മെയിനായിട്ട് പിന്നെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിനാണ് കത്തയച്ചിരിക്കുന്നത്.
കത്തയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ ബംഗ്ലാദേശിലുള്ള അതായത് ഒറിജിനൽ ബംഗ്ലാദേശ് സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഏറ്റവും അധികം സൗത്ത് ഇന്ത്യയിലാണ് അവർ ജോലി ചെയ്യുന്നുള്ള ഒരു നോട്ടീസാണ് പുള്ളി അയച്ചിരിക്കുന്നത്. ആ കത്ത് റിസീവ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള അനാലിറ്റിക്കൽ സ്റ്റഡി നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് വെച്ചാൽ ഇപ്പൊ ഈ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലോട്ട് ഇൻഫിൽട്രേഷൻ ചെയ്യുന്നത്. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ കടന്നു കയറുക. ഇന്ത്യയിൽ ഒന്ന് എക്കണോമിക് ക്രൈസിസ് ഉള്ളതുകൊണ്ട് എക്കണോമിക് റെഫ്യൂജീസ് എന്ന് വിളിക്കപ്പെടുന്ന അവിടെ ഫിനാൻഷ്യലി അവർ വെൽത്ത് അല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നല്ല ശമ്പളം കിട്ടും, എന്റെ കുടുംബങ്ങളെ കൊണ്ടുപോയിട്ട് ഇവിടെ താമസിപ്പിച്ച് അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ മേടിച്ച് കുറച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ. ഇന്ത്യക്കകത്ത് തന്നെ ഒരുപാട് പോപ്പുലേഷൻസ് ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ തടയേണ്ടത് തന്നെയാണ്, അത് തടയണം. രണ്ടാമത് അവിടുത്തെ ലൈഫ് ത്രെട്ട്, അവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും കാരണങ്ങൾ വെച്ചാൽ അവിടുത്തെ പിന്നെ മേജർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ ലൈഫ് ത്രെട്ട് നേരിടുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്തോട്ട് വരും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ UN-ലുണ്ട്. UN-ന്റെ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് സ്വീകരിക്കാനുള്ള പെർമിഷൻ നമുക്കുണ്ട്. അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ മൈനോറിറ്റി ആണെന്നത് മാത്രം നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ CAA പോലത്തെ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഒക്കെ നമ്മൾ ഓർക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇതിനെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഏതൊരു നിയമം ഇറങ്ങിയാലും അത് വിമർശനാത്മകമായിട്ട് നോക്കുന്നത് നല്ലത് തന്നെയാണ്. അത് അതിലുള്ള റിഫൈൻ ചെയ്തൊരു നിയമമായിട്ട് ഇറക്കാനുള്ള ഹെൽപ്പ് അതിൽ നിന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യാം, അതിൽ വിഷയമൊന്നുമില്ല. അപ്പം ഈ ഒരു നിയമത്തിന്റെ ഉപയോഗവും പ്രയോഗമൊക്കെ വരുന്നത് ഈ ഒരു മേഖലയിലാണ്. അപ്പൊ ഇവര് കുറച്ച് നാൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു, കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശ് ആഫ്റ്റർ ഷേഖ് ഹസീന എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, ഓക്കെ. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ കുറെ ആയുധങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ ആയുധങ്ങൾ ഇവർ മേടിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു പ്രത്യേകിച്ച് ഈ 3 സൈഡിലും ഇന്ത്യയാണ് ഇവരുടെ ബോർഡർ. 4ാമത്തെ ബോർഡർ എന്ന് പറഞ്ഞാൽ പിന്നെ കടലാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ എവിടെയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഡൗട്ട് ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ഉപയോഗിക്കുന്നത് ഇപ്പം അസാം ത്രൂ, ത്രിപുര ത്രൂ, ഇപ്പൊ ഈ മണിപ്പൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലാപങ്ങൾക്കിടയിൽ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരുടെ വെപ്പൺ സപ്ലൈ ഉണ്ടെന്നുള്ള രീതിയിലുള്ള സെക്യൂരിറ്റി ഇന്റലിജൻസ് റിപ്പോർട്ട്സ് ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ അത് എത്രമാത്രം അതിനകത്ത് സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അലിഗേഷൻസ് നിലവിലുണ്ട്. അല്ലാതെ ഇവർ ഈ ആയുധം മേടിച്ച് എന്താണ് ചെയ്യുന്നത്? അവിടെ ഇപ്പം ലഹളയൊന്നും നടക്കുന്നില്ല. അവിടെ ഇപ്പം നിലവിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇപ്പം കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ആയുധങ്ങളൊക്കെ എവിടേക്ക് ആണ് ഇവർ സപ്ലൈ ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ ഇവർ ഈ ആൾക്കാർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. മിസൈലൊക്കെ വിട്ടെന്നാണ് കേട്ടത് മണിപ്പൂരിൽ. അപ്പം സെൻട്രൽ ഗവൺമെന്റ് അവിടെ നിന്ന് നല്ല രീതിയിൽ ഫോഴ്സിനെ ഇറക്കി അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് 2-3 രീതിയിലാണ് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. ഒരു സൈഡ് ത്രിപുര ആ വഴിയിൽ അവർ ഇൻഫിൽട്രേഷൻ ആവുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഈ സുന്ദർബൻ എന്ന് പറയുന്നത് ചതുപ്പ് നിലമാണ്. അപ്പൊ അതിൽ കടന്നവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഏറ്റവും കൂടുതൽ ത്രിപുര, അസാം, പിന്നെ സിലിഗുരി ബോർഡർ കഴിഞ്ഞ് നേപ്പാൾ, ഈ സ്ഥലങ്ങളിലൊക്കെ ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് വസ്തുത. അപ്പൊ ഇവർ പോയിട്ട് ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ നേപ്പാളിൽ പോകുന്ന ആൾക്കാർ നേപ്പാളിന്റെ പാസ്പോർട്ട് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും അവിടെ നിന്ന് നേപ്പാൾ പാസ്പോർട്ട് ഇല്ലീഗലി ഇവർ സംഘടിപ്പിക്കുന്നത്. എന്നിട്ട് ഇവർ നേപ്പാൾ ബോർഡർ വഴി ബീഹാർ വഴി ഇന്ത്യയിലേക്ക് കടക്കുന്നുണ്ട്. നേപ്പാളിലെ എൻട്രി കുറച്ച് ഫ്രീ ആണ്. അപ്പം ഇവർ നേപ്പാൾ സിറ്റിസൺ എന്നുള്ള നിലയിൽ വേറൊരു പേരൊക്കെ വെച്ചുകൊണ്ട് ഇവർ വരുന്നുണ്ട്. അടുത്ത് ഇവർ ഇന്ത്യയിലേക്ക് വരാനുള്ള വെസ്റ്റ് ബംഗാൾ ത്രൂ ഇവർ വരുന്നുണ്ട്. ഇവർക്ക് വെസ്റ്റ് ബംഗാളിലും പിന്നെ അതേപോലെ ആ ബോർഡർ ലൈനുകളിലൊക്കെ ഇവരുടെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ ശരിയാക്കി കൊടുക്കാൻ ഇവർക്ക് ആൾക്കാരുണ്ട്. ഇവർക്ക് ലാംഗ്വേജ് ട്രെയിനിങ് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. ഇവർ ഇന്ത്യയിലേക്ക് ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത് ആ ഭാഗത്തുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് ഫോർ എക്സാമ്പിൾ ഇപ്പം സൗത്ത് ഇന്ത്യയിലേക്കാണ് പോകുന്നത്, കേരളത്തിലോട്ടാണ് വരുന്നത്. അപ്പം ആ രീതിയിലാണ് ഇവർ വരുന്നത്. ഇതിന്റെ ഈ സ്റ്റഡി സെന്ററുകളെ കുറിച്ച് ഞാൻ പറയാം വിശദമായിട്ട്. അതിനു മുമ്പ് ഇവർ ഈ മേഖലയിലൂടെയാണ് കടന്നു വരുന്നത് ഇന്ത്യക്കുള്ളിൽ. ഇപ്പം അത് കൂടാതെ ഇവര് അസം, മേഘാലയ, അതേപോലെ മണിപ്പൂർ ആ ഭാഗങ്ങളിലൊക്കെ ഇവർ നല്ല രീതിയിൽ ഫ്ലറിഷായി താമസിക്കുന്നുണ്ട്. ഇവര് ഈ സെയിം ഗ്രൂപ്പാണ്, ഈ ബംഗാൾ ഗ്രൂപ്പാണ് ഈ റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് മ്യാൻമറിൽ ഇൻഫിൽട്രേഷൻ ആയിരുന്ന ആൾക്കാർ. അവിടുത്തെ ബുദ്ധിസ്റ്റുകൾ ഇവരെ ഓട്ടിച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവര് ഇൻഫിൽട്രേഷൻ ഇവര് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടോട്ടേ തുടങ്ങിയതാണ്. അപ്പം ഈ രീതിയിലാണ് അവർ ഇൻഫിൽട്രേഷൻ ചെയ്യുന്നത്. ഇപ്പൊ അവർ ബേസിക്കലി ഇന്ത്യയിൽ ഇവർ എവിടെയാണ് വരുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഇവർ വരുന്നതിനുള്ള കാരണം ഇവർക്കൊരു സോഴ്സ് ഉണ്ട്, ഇവർക്കൊരു വർക്ക് നോളജ് ഉണ്ട്. ആ വർക്ക് നോളജ് പറഞ്ഞാൽ ഇവർക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ വർക്ക് ചെയ്യാൻ ഇവർ വളരെ എഫിഷ്യന്റ് ആണ്. ഇന്ത്യ തന്നെയാണ് ബംഗ്ലാദേശിൽ കമ്പനികളെ ഫോം ചെയ്തത്. അവിടെ കാരണം ലേബർ കോസ്റ്റ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് മാനുഫാക്ചറിങ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറവായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇന്ത്യ തന്നെയാണ് ഈ തുണിയുടെ നൂലും പഞ്ഞെല്ലാം കൊടുക്കുന്നത്. അവിടെ നിന്ന് സ്പിൻ ചെയ്തിട്ട് അത് ക്ലോത്ത് ആയിട്ടും മെറ്റീരിയൽ ആയിട്ടും റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആയിട്ടൊക്കെ ആയിട്ട് ഇന്ത്യ തന്നെയാണ് ബൈബാക്ക് ചെയ്തിട്ട് അതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മൂലം നല്ല രീതിയിലുള്ള വരുമാനം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ടെക്സ്റ്റൈൽ മേഖലയിൽ ഇവർ ഇന്ത്യക്കകത്താണ് ജോലി അന്വേഷിക്കുന്നത്. ഇവർക്ക് ചൈനയിലോട്ട് പോകുന്ന അത്ര എളുപ്പമല്ല. പെട്ടെന്ന് കണ്ടുപിടിക്കും. കാരണം ചൈനയ്ക്ക് ഒരു എത്നിസിറ്റി ഉണ്ടല്ലോ. ആ എത്നിസിറ്റി ഒരു ഹ്യൂമൻ ബോഡി സ്റ്റൈൽ ഉണ്ട്. അപ്പം അവർക്ക് ബംഗ്ലാദേശിക്ക് ചൈനയിൽ പോയി അങ്ങനെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ത്യ തന്നെയാണ് ഇവർക്ക് ഏറ്റവും സുഖം. അപ്പൊ ഇവർ നോർത്ത് ഇന്ത്യ എന്നുള്ള ഐഡന്റിറ്റിയിലാണ് വന്ന് സൗത്ത് ഇന്ത്യയിൽ പണിയെടുക്കുന്നത്. അപ്പൊ ഇതില്
കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കോർപ്പറേറ്റിന്റെ ചെയർമാൻ, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കോർപ്പറേറ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ള ശക്തിവേൽ ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. അതായത് അവർക്ക് 8 ലക്ഷം എംപ്ലോയീസ് തമിഴ്നാട്ടിൽ മാത്രമുണ്ട്. സൗത്ത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് അറിയപ്പെടുന്നതാണ് ഈ കോയമ്പത്തൂർ ആൻഡ് ട്രിപ്പൂർ. ഇവിടെയുള്ള സ്പിന്നിങ് മില്ലുകളിൽ പണിയെടുക്കാനാണ് ഇവർ ഏറ്റവും കൂടുതൽ വരുന്നത്, നോർത്ത് ഇന്ത്യൻ ആയിട്ട്. അപ്പൊ ഈ 8 ലക്ഷം തൊഴിലാളികളിൽ ഏതാണ്ട് 2.5 ലക്ഷം ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആണ്. കാരണം ഈ കമ്പാരിറ്റീവ്ലി ഈ വരുന്ന നോർത്ത് ഇന്ത്യൻസ് ഇവര് ലെസ് സാലറിയിൽ വർക്ക് ചെയ്യാൻ ഇവര് തയ്യാറാണ്. പിന്നെ ഇവർ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കമ്പനികൾക്കും വളരെ നല്ലതാണ്. അപ്പൊ അവർ വരുമ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു കത്ത്, ഈ അസാം ചീഫ് മിനിസ്റ്ററിന്റെ കത്ത് പോയതോടുകൂടി ഇപ്പം ഈ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ഇവരുടെ ഐഡന്റിറ്റി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിൽ അസാം ചീഫ് മിനിസ്റ്റർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ 4 മാസങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് ഇൻഫിൽട്രേഷനായി വന്ന് ജോലിക്ക് കയറിയ എല്ലാവരുടെയും റെക്കോർഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രാഥമികമായിട്ട് പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ പുറകിൽ ഈ ബാക്കിയുള്ള ഈ ആൾക്കാർ മൊത്തം, ചുരുക്കി പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ മൊത്തം അവർ വെരിഫൈ ചെയ്യുക, അവർ ഒറിജിനലി ഇന്ത്യൻ സിറ്റിസൺസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അസാമിൽ അവർ ഓൾറെഡി ഈ CAA അമെന്റ്മെന്റ് ആക്ട് നടപ്പിലാക്കാനുള്ള റൈറ്റ് ടൈമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് അവർ നടപടി പൂർത്തിയാക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അവർ ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ മാരേജ് ഡിവോഴ്സ് ആക്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡോക്യുമെന്റേഷൻസിലും ഈ അക്കൗണ്ടബിലിറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താനാണ് ചീഫ് മിനിസ്റ്റർ ഹേമന്ത് ബിശ്വ ശർമ്മ പറയുന്നത്. വളരെ നല്ല തീരുമാനമാണ്, അപ്രീഷിയേറ്റഡ് ആണ്. അപ്പൊ ഇവരിങ്ങനെ വന്നിപ്പം ചേക്കേറിയിരിക്കുകയാണ്. മലയാളികൾ പിന്നെ കേരളത്തിലുള്ള ആൾക്കാർ സൂക്ഷിക്കണം. കേരളത്തിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഹിന്ദിക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ കൃത്യമായ ഡോക്യുമെന്റേഷൻ മേടിച്ച് നിങ്ങൾ സൂക്ഷിക്കുക, കൃത്യമായ ഡോക്യുമെന്റ്സ് മേടിച്ച് സൂക്ഷിക്കുക. ഈ ആൾക്കാർക്ക് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഇവർക്ക് ഇലക്ഷൻ കാർഡെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രെയിനിങ് ടീം അവിടെ ഉണ്ട്. അപ്പൊ ഇവര് പോകുന്നത്, ഇപ്പൊ ഈ ട്രെയിനിങ് ടീം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ പിന്നെ ഇന്ത്യയിൽ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ട ആൾക്കാർ പോയിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെന്റർ ഈ ബോർഡർ പിന്നെ ഏരിയകളിൽ ഇവർ തുടങ്ങുന്നത്. ഇതിനെ ഗവൺമെന്റ് വളരെ നല്ല രീതിയിൽ നിരീക്ഷിച്ച് ഈ ഡോക്യുമെന്റേഷൻ ചെയ്തു കൊടുക്കുന്ന കമ്പനികളെ നിരീക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവര് ഈ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, എന്ത് വർക്കാണ് അവർക്ക് വേണ്ടത്, ഏത് സ്കില്ലാണ് വേണ്ടത്, അപ്പൊ ആ സ്കില്ലിന് വേണ്ട ലാംഗ്വേജ് ട്രെയിനിങ് ഇവർ കൊടുക്കുന്നുണ്ട്. തമിഴ് സംസാരിക്കുന്ന ബംഗാളി ഉണ്ട്, മലയാളം സംസാരിക്കുന്ന ബംഗാളി ഉണ്ട്, ഹിന്ദി ബൈ ഡിഫോൾട്ട് അവർക്ക് വരും. അവരുടെ ലാംഗ്വേജുമായിട്ട് താരതമ്യേനെ കുറച്ച് പിന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഹിന്ദി. അപ്പൊ അത് അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വഴങ്ങും. പിന്നെ സൗത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഫ്ലുവന്റ് ആയിട്ട് മനസ്സിലാക്കാനും അതിന്റെ ഡിക്ഷൻസ് വെച്ച് മനസ്സിലാക്കാനും ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തന്നെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത്, അതേപോലെ കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ കാസർഗോഡ്, ഇവിടെയൊക്കെ വേറെ വേറെ ഡിക്ഷനിലാണ് ഈ മലയാളം ലാംഗ്വേജ് തന്നെ ആക്സെന്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആക്സെന്റുകളിലാണ് സംസാരിക്കപ്പെടുന്നത്. അപ്പൊ അതേപോലെ ബംഗ്ലാ സംസാരിക്കുന്ന ആൾക്കാർക്കും വെസ്റ്റ് ബംഗാളിലുള്ള ബംഗ്ലാ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്കും തമ്മിൽ ആ ഡിക്ഷനിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള സ്കില്ലൊന്നും ഒരു സൗത്ത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെ മിലിറ്ററിയിൽ, ബോർഡറിൽ, പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശ് ബോർഡറുകളിൽ ജോലി ചെയ്ത പിന്നെ BSF ജവാന്മാരെ പോലുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഇവരെ എൻക്വയറി ചെയ്ത് ഇവർ ബോർഡർ കടന്നു വരുമ്പോഴത്തേക്കും ഇവർ യഥാർത്ഥത്തിൽ റെഫ്യൂജി ആണോ അല്ലെങ്കിൽ ഇവര് മൈനോറിറ്റി ആണോ, ഇവർ ഏത് കാരണത്തിലാണ്, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇവരെ കണ്ടെത്താൻ പറ്റൂ. എനിക്ക് തോന്നുന്നത് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനത്തെ ഉദ്യോഗസ്ഥരെ, ഇതേപോലെ സെൻട്രൽ ഫോഴ്സിലുള്ള ഉദ്യോഗസ്ഥരെ സിവിൽ വർക്കിലേക്ക് കുറച്ചൊരു ടീം ഫോം ചെയ്ത് അയക്കണമെന്നാണ്. കാരണം നമ്മുടെ രാജ്യം അതീവ ഡേഞ്ചറിലോട്ട് പോവാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. നമ്മളുടെ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഐഡന്റിറ്റി പരിശോധിച്ച് ഇന്ത്യക്കാർ താരതമ്യേന കുറച്ച് ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കും. അങ്ങനെ ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത് വേണം നിങ്ങൾ ജോലി എന്തെങ്കിലും കൊടുക്കാൻ. വീട്ടു ജോലിക്കൊക്കെ നിർത്തി കഴിഞ്ഞാൽ വലിയ പാടാണ്. കാരണം ഈ ആണുങ്ങളൊക്കെ ഈ മില്ലിലൊക്കെ പോയി പണിയെടുക്കുന്നു, തുണി മില്ലിലും അവിടെയൊക്കെ ആയിട്ട്. പെണ്ണുങ്ങൾ മൊത്തം വീട്ടു ജോലിയും പിന്നെ ബ്യൂട്ടി പാർലർ ഇങ്ങനത്തെ പണികളാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കുക. പിന്നെ പിന്നെ ഡൽഹി, നോർത്ത് ഇന്ത്യൻ മേഖലയിൽ ഈ ബംഗാളികൾ മൊത്തം സെക്യൂരിറ്റി മേഖലയിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. അത് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുക്കുന്ന അവസ്ഥയാണ് ഈ പണിയൊക്കെ. കാരണം ഇവരെന്തെങ്കിലും ചെയ്തിട്ട് ഇവരുടെ നാട്ടിലേക്ക് ഇവർ പോകും. കാരണം ഇവർക്ക് അവിടെ രേഖ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ അതൊക്കെ പൂഴ്ത്തി വെച്ചിട്ടായിരിക്കും അവർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫോറിൻ കൺട്രിയാണ്. അപ്പൊ നമ്മൾ വിസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ പിന്നെ പണിയെടുപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് ഇവർ ഒരു അഡീഷണൽ ആയിട്ട് വേറൊരു മാർഗം കണ്ടെത്തി ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടുവേണം പെരുമാറാൻ. ഇതിപ്പോ വളരെ നല്ല രീതിയിൽ ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചൂഷണമാണ്. അപ്പൊ അത് പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം ഒരു സ്റ്റാമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാല് ഇത് 1971 ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഈ ബംഗ്ലാദേശ് റെഫ്യൂജി സ്റ്റാമ്പാണ്. അന്ന് 1 കോടിയിലധികം റെഫ്യൂജി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യ പകച്ചു നിൽക്കുകയാണ് ചെയ്തത്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കുകയും ചെയ്ത്, അപ്പം അത് വേറൊരു നാടായും ചെയ്ത് അതിന്റെ പാർശ്വഫലമായിട്ട് വന്നതാണ് ഈ ഒരു റെഫ്യൂജികൾ. അപ്പൊ ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്താണ്
രാജ്യം ഇവരെ താങ്ങാനുള്ള എക്കണോമിക് പവർ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്റ്റാമ്പ് അടിച്ച് 5 പൈസയ്ക്ക് സ്റ്റാമ്പ് അടിച്ച് വിറ്റിട്ടാണ് ഈ റെഫ്യൂജീസിനെ നമ്മൾ കൃത്യമായി ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയത്. അന്ന് വന്ന റെഫ്യൂജീസിൽ 50% പോലും തിരിച്ചു പോയിട്ടില്ല. മേജർ കമ്മ്യൂണിറ്റി അറിയാമല്ലോ, മൈനോറിറ്റി വളരെ കുറവും, പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് തന്നെ. അപ്പൊ അന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഇവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു. ഇവരെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്ത്യ ഇവരെ അക്കോമഡേറ്റ് ചെയ്തത്. ആരെയും തിരിച്ചയച്ചിട്ടൊന്നുമില്ല. സ്വയമേധയാ തിരിച്ചു പോയ ആൾക്കാരൊക്കെ കുറച്ച് ഒരു 30% ഒക്കെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇന്ത്യയിൽ തന്നെ സെറ്റിൽ ആയത്. അപ്പൊ അതിൽ കുറെ ആൾക്കാരെയൊക്കെ അന്ന് ആൻഡമാൻ നിക്കോബാറിൽ 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്യിപ്പിച്ചത്. പിന്നെ അവിടെ ഹാവ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്, ഹാവ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അവർ അവിടെയൊക്കെ തന്നെ ഉള്ളത്. 5 ഏക്കർ ഒരാൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തത് ഇന്ത്യൻ ഗവൺമെന്റ്. അന്ന് ഇന്ത്യയിൽ നിന്നും കുറച്ച് ആൾക്കാർ, അന്ന് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കുറച്ച് പിന്നെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നല്ലോ ഈ സ്ഥലം കൊടുക്കുന്നതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട്. സ്ഥലം ഇങ്ങനെ കൊടുക്കുന്നതിനോട്, ഇങ്ങനെ വന്ന് കയറി റെഫ്യൂജിക്ക് സ്ഥലം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഒരു അനൗൺസ്മെന്റ് കൂടെ വിട്ടായിരുന്നു, ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും അന്തമാനിൽ പോയി താമസിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് സി അച്യുതമേനോനായിരുന്നു അന്ന് കേരള ചീഫ് മിനിസ്റ്റർ CPIയുടെ. അങ്ങനെ മലബാർ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അന്ന് ഈ കാമരാജാണ് അവിടെ, പിന്നെ കാമരാജ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയതുകൊണ്ട് പുള്ളി അധികാരത്തിലില്ലെങ്കിലും നല്ല രീതിയിലുള്ള പവർഫുൾ ലീഡർ ആയിരുന്നു. അപ്പം പുള്ളിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ അന്ന് മലബാർ മേഖലയിൽ നിന്നൊക്കെ ഈ ആൻഡമാനിൽ കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ 5 ഏക്കർ മേടിച്ച് അവിടെ സെറ്റായ ആൾക്കാരാണ്. ഇപ്പോഴും അവരുടെ ആൻസസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, 70കളിലാണ് ഇത് സംഭവിച്ചത്, 71-72 ടൈം ലൈൻ. അന്നൊക്കെ ട്രങ്കോൾ ടൈമാണ്. ട്രങ്കോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ സ്റ്റാമ്പ് മാർഗമാണ്. ചില സമയത്ത് എന്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇങ്ങനെ സ്റ്റാമ്പ് നമ്മൾ പിന്നെ 50 പൈസയ്ക്കും 1 രൂപയ്ക്കും ഇങ്ങനെ ഗവൺമെന്റിന് ഇങ്ങനെ ഷോർട്ടേജ് വരുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഏതെങ്കിലും റീസൺ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാമ്പ് കൊടുക്കാറുണ്ട് സ്കൂളുകളിലൊക്കെ. പിന്നെ പണ്ട് നമ്മൾ കത്തയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഇൻലാൻഡുകളിലൊക്കെ ഈ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ കത്തയച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കത്തുകൾ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്, സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കുന്നത്. പിന്നെ അന്ന് സ്റ്റാമ്പ് കാർഡ് ഉണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ത്യ റെഫ്യൂജിനെ സംരക്ഷിച്ച നാടാണ്. ഇന്ന് അതേ ആൾക്കാർ തന്നെ ഇൻഫിൽട്രേഷൻ ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഏർപ്പാടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി ഒരു സെക്യൂരിറ്റി വീഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ ഇവരെ കണ്ടെത്തി അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഇല്ലെങ്കിൽ ഇവരെ കൊണ്ട് നമുക്ക് ഇഷ്യൂസ് ഇവിടെ ക്രിയേറ്റ് ആവും. ബംഗ്ലാദേശിന്റെ റെഫ്യൂജീസിനെ കുറിച്ച് ഇന്ത്യയിലേക്ക് അവർ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവയർനെസ് തരാനാണ് ഈ വീഡിയോ ചെയ്തത്. തുടർന്ന് വീഡിയോ കാണണം. ഇതേപോലെ അപ്ഡേറ്റ്സുകളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. Thank you so much.